റിയാദ് മേഖലാ പോലീസിന് ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് കൊള്ളസംഘത്തിലെ 7 പേർ പിടിയിലായത്. കത്തിയും വാളുമായി കടകളിലെത്തിയും വഴിയാത്രക്കാരെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചുമാണ് ഇവർ പിടിച്ചുപറി തൊഴിലാക്കിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന പിടിച്ചുപറിയുടെയും അതിക്രമങ്ങളുടെയും വിവരങ്ങളും റിയാദിലെ സാമൂഹിക പ്രവർത്തകരായ ലത്തീഫ് ഓമശ്ശേരി, റാഫി പാങ്ങോട് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. റിയാദ് പട്ടണത്തിലെ ബത്ഹയിൽ വിദേശികൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, പിടിച്ചുപറിക്കും അക്രമത്തിനും ഇരയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിഹാരമെന്ന നിലക്ക് നേരിട്ട് അതോറിറ്റിയെ സമീപിക്കുവാൻ തീരുമാനിച്ചത്. റിയാദ് റീജിയണൽ പോലീസ് ഡയറക്ടറെ നേരിട്ട് കാണാൻ സാധ്യമാവുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ കാര്യം ബോധിപ്പിച്ചപ്പോൾ വളരെ ഗൗരവത്തിൽ അദ്ദേഹം ഇതിന് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 20 വയസ്സ് കഴിഞ്ഞ 7 സൗദി യുവാക്കളാണ് പിടിയിലായത്. അതിനിടെ നഗരത്തിൽ നടന്ന 33 കേസുകളിൽ ഇവർക്കുള്ള പങ്ക് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പണവും നിരവധി മൊബൈൽ ഫോണുകളും, ടെലിഫോൺ പ്രീപെയ്ഡ് കാർഡ്, വിദേശികളുടെ താമസരേഖകൾ, വാഹന രജിസ്ട്രേഷനുകൾ തുടങ്ങി നിരവധി രേഖകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. അനേകം വിദേശികൾ കുടുംബങ്ങളായും ബാച്ചിലർമാരായും താമസിക്കുന്ന റെയിൽ, ദരക്തർ, ഫറസ്ഡക് തുടങ്ങിയ റോഡുകളിൽ ഇതിനകം ആക്രമിക്കപ്പെട്ടവരിൽ അധികവും ഇന്ത്യക്കാരായിരുന്നു. നിരവധി മലയാളികളും ആക്രമികൾക്ക് ഇരയായതായി സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. മീഡിയ 1 റിയാദ്.